മഴ തോരും മുമ്പിലാണെങ്കിൽ വൈജയന്തിയോട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവാനായിട്ട് ബാലചന്ദ്രൻ പറയുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ബാലേന്ദ്രൻ വരുമ്പോൾ തന്നെ കടിച്ച് കീറാനായിട്ട് നമ്മുടെ വൈജയന്തി നിൽക്കുകയാണ്. നിങ്ങൾ ഈ ഒരു രാത്രി എവിടെയായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ബാലചന്ദ്രന് നേരെ ചാടിക്കയറുകയാണ് നമ്മുടെ വൈജയന്തി. ഇതേ സമയം അതൊക്കെ നിന്നോട് പറയേണ്ട ആവശ്യകത എന്താണ്? കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എന്നെയും മക്കളെയും ഉപേക്ഷിച്ച് പോയവളല്ലേ നീ ആരോട് ചോദിച്ചിട്ടാണ് ഈ വീട്ടിലേക്ക് തിരികെ കയറിയത് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് തിരികെ വരാൻ എനിക്ക് ആരോടെങ്കിലും ചോദിക്കണോ എന്ന് ചോദിക്കുന്നു. നിൻ്റെ വീടോ? അതെങ്ങനെ നിൻ്റെ വീടാകുന്നത് എന്ന് ചോദിക്കുന്നു. ആരോടും പറയാതെ പോയത് എൻ്റെ വീട്ടിൽ നിന്നാണ്. നിൻ്റെ വീട്ടുകാർ തന്ന ചിലവൊന്നുമല്ല ഇവിടെ നടത്തുന്നത്. എൻ്റെ അധ്വാനത്തിൻ്റെ ഫലമാണ് ഈ വീടും എനിക്കുള്ള സ്വത്തുക്കളും. കൂടാതെ നിനക്കിവിടെ ചോദ്യം ചോദിക്കാനുള്ള അധികാരമോ അവകാശമോ ഒന്നും തന്നെ ഇല്ല എന്ന് ബാലചന്ദ്രൻ വൈജയന്തിയുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ വൈജയന്തിയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോവുകയാണ്. തുടർന്ന് കൃഷ്ണമോള് വൈജയന്തിയെ തള്ളി പറയുമ്പോൾ, ഇത്രയും നാൾ ഞങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ട് ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നത്? ഞങ്ങൾ ആരെങ്കിലും അമ്മയെ ക്ഷണിച്ചോ? എന്തിനാണ് വെറുതെ ആവശ്യമില്ലാതെ വലിഞ്ഞു കയറി വന്ന് ഈ വീട്ടിലെ മനസമാധാനവും സ്വസ്ഥതയും ഒക്കെ കളയുന്നത് എന്ന് കൃഷ്ണമോൾ ചോദിക്കുകയാണ്. ഞാനെങ്ങാനുമായിരുന്നു എൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തെങ്കിൽ അമ്മയെ ഗേറ്റ് കടന്ന് ഒരടി വയ്ക്കാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു. എൻ്റെ അച്ഛൻ്റെ നല്ല മനസ്സുള്ളത് കൊണ്ട് മാത്രമാണ് ഈ നിമിഷവും അമ്മ ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അമ്മയെ ആവശ്യമില്ല എന്ന് പറയുന്നു. എന്തിനും പ്രശ്നമുണ്ടാക്കുന്നൊരമ്മയെ എന്ന് കൂട്ടിച്ചേർത്ത് എടുത്തു പറയുന്നുണ്ട്. ഇതേ സമയം വൈജയന്തി തിരിച്ചറിയുന്നുണ്ട്, താൻ ഇത്രയും നാൾ കൂട്ടിവെച്ച ചേർത്ത് പിടിച്ച തൻ്റെ മക്കളെല്ലാവരും ഇപ്പോൾ അച്ഛൻ്റെ സൈഡിലാണെന്നുള്ള കാര്യം തിരിച്ചറിയുന്ന വൈജയന്തി ആകെ പെട്ടുപോവുകയാണ്. തുടർന്ന് ബബിതയും തള്ളിപ്പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നിനക്കൊന്ന് ഇറങ്ങിപ്പോയിക്കൂടെ ഈ വീട്ടിൽ നിന്ന്? നിൻ്റെ വീട്ടിലേക്ക് നീ പോയതല്ലേ, പിന്നെ എന്തിനാണ് ഈ വീടിൻ്റെ സമാധാനവും സ്വസ്ഥതയും ഞങ്ങളുടെ സന്തോഷവും കളയാനായിട്ട് കടന്നു വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വൈജയന്തിയോട് ദേഷ്യപ്പെടുകയാണ്. ഒടുവിൽ വൈജയന്തി എന്തു ചെയ്യുമെന്ന് കണ്ടു തന്നെ കാണണം. വൈജയന്തിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് ഒന്നിനും ഒരു ഉന്മേഷമില്ലാതെ ആകെ പേടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്